കൂടുതൽ ഈവൻ പോൺ ഹബ് പുറത്തുവിട്ട പഠനത്തിൽ 2007 കാണാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട കീവേഡ് എന്ന് പറഞ്ഞാൽ മോം എന്നാണ്. മോം എന്നുള്ള കീവേഡിൽ ആളുകൾ പോൺ വീഡിയോ കാണുന്നു, അതെന്ത് ചെയ്യുന്നു, സ്വന്തം വീട്ടിൽ കൊണ്ടിട്ട് അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് മീൻസ് ജനറലി കാണുന്ന പല കാര്യങ്ങളും പല ആളുകളുടെ മേലേക്കുള്ള ബിഹേവിയർ ആയിട്ട് ആട്രിബ്യൂട്ട് ചെയ്യാൻ ഇത് കാരണമാകുന്നതാണ്. പോണോഗ്രഫി അല്ലെങ്കിൽ അശ്ലീല കണ്ടന്റുകൾ ഇന്റർനെറ്റ് വന്നതിന് ശേഷം പ്രത്യേകിച്ചും ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് പ്രായപൂർത്തിയായ കൗമാരക്കാരായിട്ടുള്ള കുട്ടികൾ വളരെ വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യുന്ന നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആൺകുട്ടികളിൽ വലിയൊരു വിഭാഗവും പെൺകുട്ടികളിലും വളരെ മോശമല്ലാത്തൊരു വിഭാഗവും എത്തിപ്പെടുന്ന വളരെ വലിയ അപകടത്തിൻ്റെ ഒരു കെണിയാണ്. അപ്പോൾ ഇതിന് പോണോഗ്രഫി സിനിമയായിട്ട് കാണുന്നതിന്, അതിലൂടെ ഒരു ആനന്ദം കണ്ടെത്തുന്നതിന്, അതൊരു അഡിക്ഷൻ പോലെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളെ പറ്റി നമ്മൾ ചാനലിൽ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പല സമയങ്ങളിലായിട്ട്. അതിൽ നമ്മൾ കുറച്ചും കൂടി ആഴത്തിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പ്രശ്നം പറയാനാണ് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ പോണോഗ്രഫി സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ അവർക്ക് പുതിയ കണ്ടന്റുകൾ കിട്ടുമ്പോൾ മാത്രമേ അതിൽ ഉത്തേജനം ഉണ്ടാവും എന്നുള്ള പഠനങ്ങൾ എസ്കലേഷന് കാരണം ആവശ്യപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നോവൽ കണ്ടന്റ്, പുതിയ കണ്ടന്റ്സിലേക്ക് അവർ പോകുന്നു. അവരുടെ മനസ്സിലുള്ള ഒരു ത്രഷോൾഡ് മീറ്റ് ചെയ്യണമെങ്കിൽ, ഒരു ലെവല്, ഒരു സുഖത്തിൻ്റെ ഒരു ഉത്തേജനത്തിൻ്റെ ലെവല് കിട്ടണമെങ്കിൽ സാധാരണ രീതിയിൽ അവർ കാണുന്ന, അവർക്ക് എക്സ്പോഷർ കിട്ടുന്ന കാര്യങ്ങളോട് ലഭിക്കുന്നില്ല. പുതിയ വ്യത്യസ്തമായ കണ്ടന്റുകളിലേക്ക് പോകുന്നു. ഈ പോക്ക് അത് പല ഫാൻറ്റസികളിലേക്കൊക്കെ പോകുന്നുണ്ട്, വളരെ വൃത്തികെട്ട ശീലങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. അത് പോകുന്നതിൻ്റെ ഒപ്പം അത് പോകുന്ന വേറൊരു എലമെൻറ്റ്, വേറൊരു ഏരിയ, വേറൊരു ആംഗിളാണ്. അത് വളരെ അടുത്ത ബന്ധുക്കൾ, വളരെ ക്ലോസ് റിലേഷൻസ്, ആ റിലേഷൻസിനോടുള്ള ബന്ധം, അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട എഴുത്തുകൾ, അതിലൂടെ ഉത്തേജനം കണ്ടെത്തുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ ഒരുപാട് സ്റ്റഡീസ് അതിൻ്റെ ഭാഗമായിട്ട് കാണാൻ കഴിയും. അഥവാ വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നു, ഇങ്ങനെ വളരെ ക്ലോസ് റിലേഷൻഷിപ്പിൻ്റെ അടുത്ത് പോലും ലൈംഗിക ബന്ധം ഉണ്ടാകുന്നതിനെ പറ്റി ആലോചിക്കുന്നു പറയുമ്പോൾ അത് ശരിക്കും വലിയൊരു അപകടത്തിലേക്കല്ല സമൂഹത്തിൻ്റെ പോക്കായിട്ട് കാണുന്നത്. അപ്പോൾ ഈ ഒന്ന് ഈ നോവൽറ്റി സീക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് വേർഡായിട്ടുള്ള നോവൽറ്റി, ഭയങ്കര വേർഡായിട്ടുള്ള അതിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഫാൻറ്റസീസ് ഭയങ്കരമായിട്ട്, പ്രത്യേകിച്ച് ആണുങ്ങൾക്കിടയിലാണ്, ആൺകുട്ടികൾക്കിടയിലാണത് ഈ വേർഡായിട്ട് ഇങ്ങനെ പോകുന്നത്. അത് ഈ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടുന്ന സമയത്ത് പുതിയ സാധനങ്ങളിലേക്ക് പോവാണ്. ഇപ്പോൾ വളരെ ക്ലോസ് റിലേഷൻ, ഒരു ഇൻസസ്റ്റ് ടൈപ്പ് സാധനങ്ങൾ, ഇപ്പോൾ പോണോഗ്രഫി വരുന്നതിൻ്റെ അല്ലെങ്കിൽ വ്യാപകമാകുന്നതിൻ്റെ മുമ്പ്, സ്മാർട്ട് ഫോണൊക്കെ വരുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് പോണോഗ്രഫി കണ്ടൻറ്റ് വിറ്റയച്ചിരുന്നത് ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനിലുള്ള ഈ പോണോഗ്രഫിക് ലിറ്ററേച്ചറുകളുണ്ട്, സാഹിത്യങ്ങൾ, പുസ്തകങ്ങൾ. ആ പുസ്തകങ്ങളിലൂടെ അതിൽ തന്നെയുള്ള ഒരു ബെസ്റ്റ് സെല്ലിംഗ് കണ്ടൻറ്റ് എന്ന് വെച്ചാൽ ഇൻസെസ്റ്റാണ്. ഈ സിസ്റ്റർ ബ്രദർ സിസ്റ്റർ സെക്സ്, മോം സൺ സെക്സ്, ഇതൊക്കെ. ഇപ്പോൾ പോണോഗ്രഫിക് സൈറ്റുകളിൽ ഒരു മോസ്റ്റ് ഡിമാൻഡിങ് കീവേഡ് മോമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെർച്ചിങ്ങിൽ വരുന്ന ഇത് ബാബി സെക്സാണ്. പോണോഗ്രഫിയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സെർച്ച് വേർഡ് ബാബി എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ വൈഫിൻ്റെ സിസ്റ്റർ, അതല്ലെങ്കിൽ ബ്രദറിൻ്റെ വൈഫ്. ഇതിനാണ് നമ്മൾ പൊതുവെ ഹിന്ദിയിൽ നമ്മൾ ബാബി എന്ന് വിളിക്കുക. ഇതാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, അപ്പോൾ നമ്മളുടെ വീട്ടിലുള്ള, ഇപ്പോൾ ഇന്ത്യയിൽ എത്രയോ വീടുകളുണ്ട്, എത്ര കുടുംബങ്ങളുണ്ട്. ഈ കുടുംബങ്ങളിലെ വീട്ടിലുള്ള ആളുകളാണ് ഈ കീവേഡ് അവരുടെ വീട്ടിൻ്റെ അകത്തുനിന്ന് സെർച്ച് ചെയ്യുന്നത്. അതും കൂട്ടുകുടുംബം എന്ന് പറയുന്നത് ഭയങ്കര സെലിബ്രേറ്റിംഗ്. ഈ സെർച്ച് ചെയ്യുന്ന ആളുകളുടെ വീട്ടിൽ ബാബി ഉണ്ട്. ഒന്നെങ്കിൽ അവരുടെ ഭാര്യമാരെ സിസ്റ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ബ്രദേഴ്സിൻ്റെ വൈഫ് ഉണ്ട്. വെസ്റ്റേൺ കൺട്രീസിൽ ഇതേപോലെ ഏറ്റവും കൂടുതൽ സെർച്ച് കീവേഡ് വരുന്നതാണ് ഈ സ്റ്റെപ്പ് സിസ്റ്റർ എന്നുള്ളത്. അപ്പോൾ അവിടെ റിലേഷൻഷിപ്പ് ഉണ്ട്, ഡൈവേഴ്സും മാരേജൊക്കെ. ഇങ്ങനെ ഒരാൾ തന്നെ കുറേ ഡൈവേഴ്സും മാരേജും പോകണം. അപ്പോൾ ഓരോ ബന്ധത്തിലും സിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പ് സിസ്റ്റർ അവിടെ ഒരുപാട് കൂടുതലാണ്. ബ്രദർ സ്റ്റെപ്പ് സിസ്റ്റർ അവിടെ ഏറ്റവും കൂടുതൽ പോണോഗ്രഫി കണ്ടന്റിനുള്ള സെർച്ച് കീവേഡ് വരുന്നത് സ്റ്റെപ്പ് സിസ്റ്റർ സെക്സ് എന്നുള്ളതാണ്. അച്ഛനോ അമ്മയോ രണ്ടുപേരുടെയും ഒരാളായിരിക്കും. അതെ. അപ്പോൾ ആ രൂപത്തിലുള്ള സെക്സ്. അപ്പോൾ ഇങ്ങനെ ഉള്ള വേർഡായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ഇവരിൽ നിന്ന് നമ്മൾ വീട്ടിൻ്റെ അകത്തും ഒരു അപകടം പ്രതീക്ഷിക്കണ്ടേ എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു ഹരാസ്മെൻറ്റിലേക്ക്, ഇപ്പോൾ അബ്യൂസിലേക്ക്, നമ്മളെ ക്ലോസ് റിലേറ്റീവ് എന്നുള്ള അബ്യൂസിലേക്കൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. US-ൽ പോണോഗ്രഫി വ്യാപകമായി വരുന്ന സമയത്ത്, ഈ ഇൻ്റർനെറ്റൊക്കെ വന്ന് വ്യാപകമായി വരുന്ന സമയത്ത് 1986-ൽ അന്നത്തെ പോണോഗ്രാഫിക് ലിറ്ററേച്ചറുകളാണ് കൂടുതൽ, പ്ലേ ബോയ് മാഗസിനൊക്കെ പോലെ. 1986-ൽ അന്ന് US ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു കമ്മിറ്റിനെ നിയമിക്കുന്നുണ്ട്, എഡ്വിൻ മീസെ കമ്മിറ്റി. 1986 അവരൊരു അറ്റോർണി ജനറലിൻ്റെ കമ്മീഷനെ നിയമിക്കുന്നുണ്ട്. ആ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞ ഒറ്റൊരു വാക്ക്, ഇഫ് പോണോഗ്രഫി ഈസ് ദ തിയറി, റേപ്പ് ഈസ് ദ പ്രാക്ടീസ് എന്ന്. അത് പോണോഗ്രഫി വ്യാപകമായാൽ
അവിടെ റേപ്പ് കൂടാനുള്ള സാധ്യത. അതായത് പോണോഗ്രഫി എന്ന് പറയുന്ന ഒരു സിദ്ധാന്തങ്ങൾ കൊടുക്കുകയാണ് സമൂഹത്തിനെങ്കിൽ അവരുടെ ഫലമായിട്ട് വരുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ റേപ്പുകളായിരിക്കും. ഈ രൂപത്തിലുള്ള ആളുകളുടെ മനസ്സിലുള്ളതാണ് നമ്മൾ ഈ കീവേഡുകളിലൂടെ കാണുന്നത്. അതിന്റെ അപകടം നമ്മുടെ സമൂഹത്തിലുണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇത് മൊത്തത്തിൽ ഇപ്പോൾ മോം എന്ന് പറയുന്ന കീവേഡ് എന്ന് പറഞ്ഞാൽ പോൺ ഹബ് എല്ലായിടത്തും അവൈലബിൾ ആകുന്ന സാധനമാണ്. ആ പോൺ ഹബിൻ്റെ 2007 സെർച്ച് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് അവർ പുറത്തുവിട്ട കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്നത് മോം എന്ന വാക്കാണ്. ആലോചിച്ച് നോക്കണം, ഏറ്റവും കൂടുതൽ ആളുകൾ എന്ന് പറയുമ്പോൾ ലോകത്ത് ഒരുപാട് മനുഷ്യന്മാരെന്ത് ചെയ്യുന്നു, അമ്മ എന്ന് സെർച്ച് ചെയ്യുന്നു. അങ്ങനെ ഒരു അമ്മയും മകനും എന്ന തരത്തിലുള്ള റിലേഷൻഷിപ്സിൻ്റെ വീഡിയോസ് കാണാൻ അവർ ആഗ്രഹിക്കുന്നു, താല്പര്യപ്പെടുന്നു. അത് കണ്ടവർ ആസ്വാദനം കണ്ടെത്തുന്നു, അത് റിപ്പീറ്റഡ്ലി ആ കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഈ നമ്മളെ ബാധിക്കും. ചില ആൾക്കാരൊക്കെ നമ്മളിങ്ങനെ മുന്നേ പറഞ്ഞ വീഡിയോൻ്റെ ഇടയിൽ കമൻസ് കാണാൻ പറ്റും, അത് ജസ്റ്റ് ആ വീഡിയോ കാണുമ്പോൾ മാത്രമുള്ള വിഷയമാണ്, വീഡിയോ കാണുമ്പോൾ മാത്രം അങ്ങനെ ജസ്റ്റ് കണ്ടുവിടുന്ന വിഷയമാണ്. അത് ജീവിതത്തിലേക്ക് സ്വന്തം അമ്മനെ പറ്റി അല്ലെങ്കിൽ സ്വന്തം പെങ്ങളെ പറ്റിയൊന്നും അങ്ങനെ ചിന്തിക്കാൻ അതിനൊന്നും കാരണമാവില്ല, എഫക്റ്റ് ഉണ്ടാവില്ല എന്നുള്ളത് ശരിക്കും അങ്ങനെയാണോ? ഈ കീവേഡ് തരുന്ന ഡാറ്റ അതല്ലേ പറയണത്. അത് നമ്മുടെ കൂടെ നടക്കുന്നവരും നമ്മുടെ വീട്ടിലുള്ളവരും ഒക്കെ അവർ രഹസ്യമായി സെർച്ച് ചെയ്യുന്നത് ഇങ്ങനത്തെ സംഗതികളാണ്. അഥവാ ഇവർ അപ്പുറത്തിപ്പുറത്തും കാണുന്ന ബാബിമാരെയും സ്റ്റെപ്പ് സിസ്റ്ററിനെയും അമ്മയെയും ഒക്കെ ഈ തരത്തിൽ ചിന്തിക്കാനെങ്കിലും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇത് കാണിച്ചിരുന്നതാണ്. പിന്നെ അതിൻ്റെ വേറൊരു എലമെന്റ് പറഞ്ഞാൽ ചിലപ്പോൾ ബോധാവസ്ഥയിൽ ചിലപ്പോൾ ആരും ഇങ്ങനത്തെ ഒരു പ്രവർത്തനത്തിലേക്ക് പോയില്ലായിരിക്കാം, ബോധാവസ്ഥയിൽ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോയില്ലായിരിക്കാം. പക്ഷേ നമ്മളെ ബോധം നമ്മളുടെ കയ്യിലില്ലാത്ത സാഹചര്യങ്ങൾ വരാം. ആൾട്ടേർഡ് കോൺഷ്യസ്നെസ് എന്ന് പറയും. കോൺഷ്യസ്നെസ് ഓൾട്ടർ ചെയ്യുന്ന, ബോധാവസ്ഥ മാറുന്ന സാഹചര്യങ്ങൾ. ഈ ഓൾട്ടേർഡ് കോൺഷ്യസ്നെസ്സിൻ്റെ സ്റ്റേറ്റിൽ പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള സബ് കോൺഷ്യസ് ആയിട്ടുള്ള അൺകോൺഷ്യസ് ആയിട്ടുള്ള തോട്ടുകൾ പുറത്തേക്ക് വരും, ചിന്തകൾ പുറത്തേക്ക് വരും. നമ്മൾ പോലും അറിയാതെ സപ്രസ് ചെയ്ത് വെച്ച കാര്യങ്ങളുണ്ടാവും. നമ്മൾ പോലും അവെയർ അല്ലാതെ സപ്രസ് ചെയ്ത് വെച്ച തോട്ടുകൾ ഉണ്ടാവും. ആ സാധനം പുറത്തേക്ക് വരും. അപ്പോൾ ഈ അടുത്ത് ഞാൻ ഇതിനൊക്കെ ചേർത്ത് മനസ്സിലാക്കണ്ടോ, ഈ അടുത്ത് കേരളത്തിൽ ഒരു ഡ്രഗിൻ്റെ കേസുകൾ ഒരുപാട് വ്യാപകമായ സമയത്ത് ഒരു അമ്മ പുറത്തേക്ക് വന്നത് പറഞ്ഞൊരു വിഷയം ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ മോനും മാത്രമാണ് എൻ്റെ വീട്ടിൽ താമസിക്കുന്നത്. ആ സമയത്ത് ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എൻ്റെ മോൻ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടാണ് വീട്ടിലേക്ക് വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവൻ എന്നോടൊരു ഉമ്മയോടൊരു മോൻ പെരുമാറുന്നത് പോലെ പെരുമാറുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ അവൻ്റെ കൂടെ താമസിക്കാറില്ല എന്ന് പറഞ്ഞു. ഉമ്മ കരയാണ്. ആക്ച്വലി ഉമ്മ പറയുന്നത് മോൻ്റെ അടുത്ത് എന്തുണ്ടാകുന്നുണ്ട്, സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻസ് ഉണ്ടാകുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് മോൻ ഇത്തരം വീഡിയോസ് കാണുന്നുണ്ടാവും. മോൻ്റെ ഉള്ളിൽ സപ്രസ്ഡ് ആയിട്ട് എന്തുണ്ടാവും, ഒരു തോട്ട് ഉണ്ടാവും, അമ്മയെ പറ്റിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്ലോസ് റിലേഷൻ പറ്റിയോ ഉണ്ടാവും. അവൻ ഒരിക്കലും അത് പുറത്തേക്ക് കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. അവനെ സംബന്ധിച്ച് അവനെ പറ്റി അങ്ങനെ ഒരു സ്വഭാവം പുറത്തേക്ക് അറിയാന്നുള്ളത്, അല്ല അങ്ങനെ ഒരു സ്വഭാവം പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് ബോധാവസ്ഥയിൽ വളരെ മോശമാണെന്ന് അവൻ അറിയാം. ഈവൻ അവൻ ഒരു ഭാഗത്ത് ഈ വീഡിയോസ് കാണുമ്പോൾ പോലും അവൻ അറിയാം ഇത് പ്രശ്നമാണെന്ന് അറിയാം, ഇത് വലിയ പ്രശ്നമാണെന്ന് അറിയാം. പക്ഷെ ആ അറിയുന്ന ഒരാൾ പോലും അവൻ്റെ ബോധം ഒന്ന് കയ്യിൽ നിന്ന് പോകുമ്പോഴേക്ക്, കോൺഷ്യസ്നസ് ഒന്ന് ഓൾട്ടേർഡ് ആകുമ്പോഴേക്ക് അവൻ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതാണ്. ഈ ഡ്രഗ് ആണെങ്കിലും പോണോഗ്രാഫി ആണെങ്കിലും ഹൈ ഡോപ്പമിൻ സ്പൈക്ക് ഉണ്ടാക്കുന്ന സാധനമാണ്. നമ്മുടെ ബ്രെയിനിൽ ഹൈ ഡോപ്പമിൻ സ്പൈക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിലുള്ള എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ കൺട്രോൾ ചെയ്യുന്ന ഏരിയ ഉണ്ട്, ഈ PFC, പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്. അത് അവിടെയാണ് റീസണിങ്ങും റെഗുലേഷൻസ്, നമ്മളെ കൺട്രോളിങ് ഒക്കെ നടക്കുന്നത്. അത് ഡൗൺ ആവുന്നുണ്ട്. ഈ ഹൈ ഡോപ്പമിൻ റഷ് ചെയ്യുമ്പോൾ ഇത് ഡൗൺ ആവണം. ഇത് ഡൗൺ ആകുമ്പോൾ നമ്മൾ യുക്തിപൂർവ്വം അല്ലാതെ നമ്മൾ പെരുമാറും. ആ പെരുമാറ്റ രീതികളാണ് നമ്മളിതിൽ കാണുന്നത്. അത് പല രീതിയിലേക്ക് ഈ കേസുകൾ പോകുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ മാത്രം, വാട്ടർ കോൺഷ്യസ് പലപ്പോഴും ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ മാത്രമൊന്നുമല്ല, ഇപ്പോൾ നമ്മളുടെ ബോധം നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന പല സാഹചര്യങ്ങളുണ്ടാവും. ഈവൻ നമ്മൾ പോലും അറിയാത്ത രീതിയിൽ, നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിൽ നമ്മുടെ ബുദ്ധി നിയന്ത്രിതമല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അത്തരം അപകടങ്ങളിലേക്ക് നീങ്ങുന്നതാണ്. മാത്രമല്ല മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഈ പലപ്പോഴും പറയാറുണ്ട് അമ്മപെങ്ങന്മാരെ തിരിച്ചറിയാമെന്ന് പറയാറുണ്ട്. അമ്മപെങ്ങന്മാരെ തിരിച്ചറിയാമെന്നുള്ള ഉദ്ദേശിക്കുന്നത് ഒന്ന് അവരുമായിട്ടുള്ള സ്നേഹം, ബന്ധം, അടുപ്പൊക്കെയാണ്. രണ്ട് പറഞ്ഞാൽ അവരെ നമുക്ക് മറ്റൊരു രീതിയിൽ ചിന്തിക്കാൻ പറ്റാത്ത വിധം ഒരു ഭയങ്കര അടുപ്പുണ്ട്, ഭയങ്കര ക്ലോസ് ആണ്, ഞാൻ ഹഗ് ചെയ്യും, ചിലപ്പോൾ ഞാൻ ഉമ്മ വെക്കും. പക്ഷെ ആ ഹഗ്ഗിനും ഉമ്മക്കും മറ്റൊരർത്ഥം ഒരു നിലക്കും ഉണ്ടാവാൻ പാടില്ല, ഉണ്ടാവാത്ത വിധം സെക്ഷൽ അവേഴ്ഷൻ ഫോം ചെയ്യും. അങ്ങനെ ഒരു സെക്ഷൽ അവേഴ്ഷൻ ഉള്ളൊരു രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആവണം, ബന്ധമാവണമെന്നാണ് അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാന്ന് പറയുന്നത്. പക്ഷെ ആ സെക്ഷൽ അവേഴ്ഷൻ ആക്ച്വലി ഇല്ലാതാവും, നഷ്ടപ്പെടല്ലേ ചെയ്യുന്നു എന്നുള്ളതാണ്. അതൊക്കെ ഈ കോൺഷ്യസ് നഷ്ടപ്പെടുമ്പോൾ, ഈ നമ്മളെ ഈ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ഡൗൺ ആകുമ്പോൾ സംഭവിക്കുന്ന ഈ സെക്ഷൽ അവേഴ്ഷനൊക്കെ ഇല്ല, ഈ നോവൽറ്റി സീക്കിങ്, ഇതൊക്കെ ഈ സെക്ഷൽ അവേഴ്ഷനെയും കൂടിയും ഇല്ലാതാക്കിയിട്ട് അതിൻ്റെ അപ്പുറത്തെ നോവൽറ്റിയിലേക്ക്, വയേർഡിലേക്ക്, ഫാൻറ്റസിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആണുങ്ങളെ സംബന്ധിച്ച് പറയുന്നൊരു സാധനമാണ് കൂളിജ് എഫക്റ്റ്. ഈ പിന്നെ ഒരു മുൻ അമേരിക്കൻ പ്രസിഡൻ്റ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് പിന്നെ ആണ് കൂളിഡ്ജ്, എന്തോ ഒരു കൂളിഡ്ജ്. അപ്പോൾ അദ്ദേഹം 1920s 30s US പ്രസിഡൻ്റാണ്.
ഈ കൂളിജ് എഫക്റ്റ് ആ ഒരു കഥയിൽ നിന്നാണ് ഇത് കൂളിജ് എഫക്റ്റ്. ശരിക്കും റൂസ്റ്റർ എഫക്റ്റ് എന്ന് പറയും പൂവങ്കോയിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ടുള്ളത്. അതായത് എവറി ടൈം നമുക്ക് ഒരു ആണിനെ സംബന്ധിച്ച് പിന്നെ ഒരു സെക്ഷൽ മേറ്റിംഗ് പാർട്ട്ണർ മാറുന്ന സമയത്ത് ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നാൽ പുതിയ പുതിയ ആളുകളെ കിട്ടുമ്പോൾ കൂടുതൽ അറൗസ് ഒരു ഇൻട്രസ്റ്റ് കൂടുന്ന ഇതിലേക്ക് വരും. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ കൂളിജ് എഫക്റ്റ് പറയുന്നത്. കൂളിജ് എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ US പ്രസിഡൻറ്റ് പിന്നെ ഈ കൂളിജ് അദ്ദേഹം കാൽവിൻ കൂളിജോ അദ്ദേഹം ഒരു പ്രസിഡൻ്റായിട്ടൊരു ഫാം സന്ദർശിക്കാൻ പോവാണ്. അപ്പോൾ ആ ഫാം സന്ദർശിക്കാൻ പോയപ്പോൾ അവിടെ പിന്നെ കുറേ മൃഗങ്ങളുണ്ട്. അപ്പോൾ അവിടെ കോഴികളുണ്ട്. ഇദ്ദേഹം ഒരു മീറ്റിങ്ങിന് പോയി. ഇദ്ദേഹത്തിൻ്റെ വൈഫ് അവിടെ ഫസ്റ്റ് ലേഡി ആണല്ലോ, അദ്ദേഹം അവരവിടെ ഉണ്ട്. അപ്പോൾ അവർ പിന്നെ നോക്കുമ്പോൾ ഈ പൂവങ്കോഴി ഒരുപാട് കോഴികളായിട്ട് പിന്നെ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ ഇവർ അവിടുത്തെ ഗാർഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ എൻ്റെ ഹസ്ബൻഡ് വരും, അപ്പോൾ വരുമ്പോൾ പറയണം പിന്നെ ഈ പൂവങ്കോഴി ഒരു ദിവസം പിന്നെ മൾട്ടിപ്പിൾ ടൈംസ് ഒരു 8-10 പ്രാവശ്യമൊക്കെ പിന്നെ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാറുണ്ടെന്ന് എൻ്റെ ഹസ്ബൻഡിനോട് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് വന്നപ്പോൾ ഈ ഗാർഡ് ഇത് പറഞ്ഞു, നിങ്ങളെ വൈഫ് ഇങ്ങനെ പറയാൻ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രസിഡൻറ്റ് ചോദിച്ചു, ഈ പൂവങ്കോഴി ഒരേ പിന്നെ കോഴിയായിട്ട് ഫീമെയിൽ പിന്നെ കോഴിയായിട്ടാണോ ഈ ബന്ധപ്പെടുന്നതെന്ന് ചോദിച്ചു. അതെല്ലാം ഓരോ പ്രാവശ്യവും മൾട്ടിപ്പിൾ പിന്നെ പാർട്ട്ണറായിട്ടാണ് ബന്ധപ്പെടുന്നത്. എന്നാൽ ആ കാര്യം ഒന്ന് എൻ്റെ വൈഫിനോട് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് സത്യത്തിൽ കൂളിജ് എഫക്റ്റ്. കൂളിജ് എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ എവറി ടൈം പാർട്ട്ണർ മാറുന്ന സമയത്ത് പുരുഷന് കൂടുതൽ ഇൻട്രസ്റ്റ്. അപ്പോൾ പുരുഷന് നോവൽറ്റി എപ്പോഴും നോക്കുക. അപ്പോൾ നമുക്ക് ഈ റീഫ്രാക്ടറി പീരീഡ് എന്ന് പറഞ്ഞൊരു പീരീഡ് ഉണ്ട് ആണുങ്ങൾക്ക്. റീഫ്രാക്ടറി പീരീഡ് എന്ന് പറഞ്ഞാൽ വൺസ് ഇജാക്കുലേറ്റ് ചെയ്താൽ, വൺസ് ഒരു സെക്ഷൽ റിലേഷൻ കഴിഞ്ഞ് ഇജാക്കുലേഷൻ സംഭവിച്ചാൽ പിന്നെ രണ്ടാമതൊരു ഇതിലേക്ക് റെഡി ആവണമെങ്കിൽ ഉള്ളൊരു ടൈമുണ്ട്. ആ ടൈമിനാണ് റീഫ്രാക്ടറി പീരീഡ് എന്ന് പറയും. ആ റീഫ്രാക്ടറി പീരീഡ് നമുക്ക് യങ് ആകുമ്പോൾ കുറച്ച് കുറവായിരിക്കും, പിന്നെ ഇങ്ങനെ അത് കൂടി വരും, റീഫ്രാക്ടറി പീരീഡ് കൂടി വരും. പക്ഷേ ഇപ്പോൾ ഒരു ദിവസം ഒരു പുരുഷൻ ഒരു 3-4 പ്രാവശ്യം ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് കഴിഞ്ഞാലും ഇജാക്കുലേഷൻ കഴിഞ്ഞാലും അപ്പോൾ പിന്നെ ഹൈ ആയിരിക്കും, റീഫ്രാക്ടേഷൻ പീരീഡ് വലിയ ലോങ് ആയിരിക്കും, കൂടുന്തോറും ലോങ് ആയിരിക്കും. പക്ഷെ അപ്പോഴും ഒരു പുതിയ ഒരു മേറ്റിംഗ് പാർട്ട്ണർ, ഒരു ഫീമെയിൽ പാർട്ട്ണർ വന്നാൽ ആദ്യത്തെ അതേപോലെ ഈ പുരുഷൻ്റെ ശരീരം റെഡിയാവുന്നതാണ്. കാരണം അത്രയ്ക്ക് ഫാൻറ്റസൈസാണ്, പുതിയ നോവൽറ്റിയിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് സാധാരണ നമ്മൾ ഈ മാരിറ്റൽ റിലേഷൻഷിപ്പിലൊക്കെ പറയാറ് എന്താണെന്ന് വെച്ചാൽ വൈഫിനോട് പിന്നെ പുരുഷനെ ഈ ഒരു സിറ്റുവേഷനെ എന്താ പറയുക, അതിൻ്റെ ഒരു ചീറ്റ് കോഡ് എന്നുള്ള രൂപത്തിൽ പറയാറ് എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സ് മാറ്റി വരാനാണ്. ഇപ്പോൾ വൈഫ് വ്യത്യസ്തമായ ഡ്രസ്സ് ഇട്ട് ഓരോ ദിവസവും ബെഡ്റൂമിൽ വന്നാൽ പുരുഷനെ സംബന്ധിച്ച് അത് കൂടുതൽ പിന്നെന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. കാരണം അത് ഓരോന്നിനും ഓരോ പുതിയ ആളായിട്ടാണ് പുരുഷൻ കാണുന്നത്. കാരണം പുരുഷൻ്റെ ബ്രെയിൻ അത്രയും പിന്നെ നോവൽറ്റി സീക്കിംഗ് ആണ്. അതാണ് നമ്മൾ ഇതിലൊക്കെ കാണുന്നത്. ഈ നോവൽറ്റിക്ക് വേണ്ടിയിട്ടാണ് ആളുകൾ ഇതിലേക്ക് പോകുന്നത്. വ്യത്യസ്തമായിട്ടുള്ള വളരെ ക്ലോസ് റിലേഷൻഷിപ്പിനെ പോലും ഈ തരത്തിൽ കാണുന്നത് അതുകൊണ്ടാണ് പോകുന്നതാണ്. ആക്ച്വലി ഇപ്പോൾ പുരുഷന് ഈ തരത്തിലുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, സ്ത്രീകളെ നഗ്നത കണ്ടാൽ പോലും പുരുഷനെ സംബന്ധിച്ച് അവന് ഉത്തേജനം ഉണ്ടാവും, അവനെ സംബന്ധിച്ചത് ബ്രെയിനിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ആക്ടിവേറ്റഡ് ആവും, അത് അവന് സെക്ഷൽ തോട്ട്സ് ഉണ്ടാക്കാനുള്ള ഒരു റീസൺ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു പുരുഷൻ, ഈ തരത്തിലൊക്കെയുള്ള ഫീച്ചേഴ്സുള്ളൊരു പുരുഷൻ, അത്രയും സെക്ഷലി വൾണറബിൾ ആയിട്ട് പുരുഷൻ, ആ പുരുഷൻ ഈവൻ നഗ്നത കണ്ടാൽ പോലും സിസ്റ്ററിലോ അമ്മയിലോ ആ തരത്തിലുള്ള തോട്ട് ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിൽ, അങ്ങനെ അട്രാക്റ്റഡ് അല്ലാത്ത രീതിയിൽ ഭയങ്കര ഇൻറ്റിമേറ്റായി സെക്ഷൽ അവേഴ്സുള്ള രീതിയിലാണ് ജീവിക്കുന്നത്. അത് അവൻ്റെ സമൂഹത്തിലെ സോഷ്യൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസിനും ഫംഗ്ഷൻസിനും ഒക്കെ നെസറി ആണെന്ന് ആവശ്യമായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെക്ഷൽ അവേഴ്സ് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനിലുള്ള ഡിഫോൾട്ടായിട്ടുള്ള, പുരുഷനിൽ പ്രത്യേകിച്ചുള്ള ഡിഫോൾട്ടായിട്ടുള്ള അവന് സർവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്വാളിറ്റിയാണ്. ലൈംഗികമായിട്ടൊരു അവേഴ്സ് അല്ലെങ്കിൽ ഒരു വികർഷണം ഉണ്ടാവുക, താല്പര്യം ഇല്ലായ്മ ഉണ്ടാവുക അടുത്ത ബന്ധങ്ങളോട്. അതിനെപ്പോലും ആ ഡിഫോൾട്ട് ക്വാളിറ്റി എബിലിറ്റിയെ പോലും എന്ത് ചെയ്യാണ് ഈ പോൺ വീഡിയോസ് കാണുന്നത് നശിപ്പിക്കുകയാണെന്നാണ് പറയുന്നത്. ഈ മക്കൾ ഇങ്ങനത്തെ കണ്ടന്റുകൾ കാണുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനത്തെ കണ്ടന്റുകൾ കാണുന്നില്ല എന്നൊക്കെ ആരെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞ സെർച്ച് ഹിസ്റ്ററികളെ പറ്റി പറഞ്ഞു. ഇത്തരം സെർച്ച് ഹിസ്റ്ററികൾ ഉള്ള സൈറ്റുകൾ നിങ്ങൾ കയറുമ്പോൾ സ്വാഭാവികമായിട്ടും സജസ്റ്റ് ചെയ്യുന്നത് ഇതേ കണ്ടന്റുകൾ തന്നെ ആയിരിക്കും. അത് നിങ്ങൾ ഇനി സ്റ്റാർട്ടിങ്ങിൽ അത് കാണുന്നില്ലെങ്കിൽ നിരന്തരം കാണുമ്പോൾ നിങ്ങൾ സംബന്ധിച്ച് നിങ്ങൾക്ക് പുതുമ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ആ ഒരു ഉത്തേജനം കിട്ടുന്നുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ സ്വാഭാവികമായിട്ട് എത്തും. അത് ഇതിൻ്റെ സിസ്റ്റം അങ്ങനെയാണ്. അത് കുറച്ച് സ്വാഭാവികമായിട്ടും ചെറിയ കണ്ടന്റുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ ത്രഷോൾഡ് ഇങ്ങനെ കൂടി വരുന്നതാണ് എല്ലാ പഠനങ്ങളും പറയുന്നത്. നമുക്കൊരു ചെറിയൊരു താല്പര്യങ്ങളും തോന്നാൻ മാത്രമുള്ള കണ്ടന്റിൻ്റെ അളവ് വലുതായിക്കൊണ്ടിരിക്കും.
ആദ്യം ഇങ്ങനെ ചെറിയ ചെറിയ കണ്ടന്റുകളിലൊക്കെ താല്പര്യം ഉണ്ടാവും, പിന്നെ പിന്നെ അങ്ങനെ വലിയ വലിയ കണ്ടന്റുകളിൽ അല്ലെങ്കിൽ ഇത്തരം വ്യത്യസ്തമുള്ള കണ്ടന്റുകളിൽ മാത്രം താല്പര്യമുള്ള അവസ്ഥയിലേക്ക് ആളുകൾ മാറുന്നതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്തായാലും മാറും. നിങ്ങൾ ചെറിയ കണ്ടന്റിൽ തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വലിയ കണ്ടന്റിലേക്ക് എത്തും. നിങ്ങൾ ഉള്ളിൽ കയറി ഇത്തരം കണ്ടന്റുകൾ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത്തരം കണ്ടന്റിലേക്ക് എത്തും. കാരണം ആ സൈറ്റിനുള്ളിൽ ഇത്തരം കണ്ടന്റുകളാണ് അധികം സജസ്റ്റ് ചെയ്യപ്പെടുക, കൂടുതൽ സെർച്ച് ചെയ്യപ്പെടുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു കണ്ടന്റുകൾ നിങ്ങൾ ഈ കണ്ടന്റുകളിൽ എത്തും. അത് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള സെക്ഷൽ അവേർഷനും ലൈംഗികമായിട്ട് ഈ അടുത്ത ബന്ധുക്കളോടുള്ള വികർഷണം അതെന്തായാലും പോകാൻ തുടങ്ങും. അത് നിങ്ങളുടെ സ്വഭാവത്തെ പല രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ബോധാവസ്ഥ പോകുന്ന സാഹചര്യമൊക്കെ എപ്പോൾ വേണമെങ്കിലും വരാം. നമ്മുടെ അടുത്ത് അങ്ങനൊരു സ്വഭാവം, അങ്ങനൊരു പ്രകൃതമൊക്കെ നമ്മൾ ഉമ്മയോ പെങ്ങളോ കാണുക എന്ന് പറയുമ്പോൾ എത്ര മോശമാണ്. അതൊരു മനുഷ്യന് ജീവിച്ചിരിക്കുമ്പോൾ കിട്ടാവുന്ന വെച്ച ഏറ്റവും മോശം സോഷ്യൽ വാലിഡേഷനാണ്. മാത്രമല്ല ഇതൊന്നും ഇല്ലയെന്ന് വിചാരിച്ചോ, നിങ്ങൾ അങ്ങനത്തെ ഒരു കണ്ടന്റ് ഇപ്പോൾ അത് കാണുന്ന ആളോടാണെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു കണ്ടന്റ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വീട്ടിലുള്ളിൽ എവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്ത് പടച്ചോൻ നിങ്ങളെ എപ്പോൾ വേണമെങ്കിലും എക്സ്പോസ് ചെയ്യാം. അത് നിങ്ങളെ പെങ്ങൾ കാണുകയാണെങ്കിൽ, നിങ്ങൾ അങ്ങനത്തെ ഒരു കണ്ടന്റ് കാണുന്ന നിങ്ങളെ പെങ്ങൾ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉമ്മ കാണുകയാണെങ്കിൽ, ഉമ്മ ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ നിങ്ങളെ ഫോണിലുള്ള കണ്ടന്റിൻ്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ മദർ സൺ, ആ ടൈപ്പ് ഓഫ് വൃത്തിയുടെ ടൈറ്റിലാണെങ്കിൽ പിന്നെ എങ്ങനെ ഉമ്മാക്ക് നിങ്ങളെ മുമ്പിൽ ഡ്രസ്സ് മാറ്റാൻ പറ്റുക? നിങ്ങളെ കൂടെ ബൈക്കിലൊന്നും ചേർന്ന് നിന്നിട്ട് യാത്ര ചെയ്യാൻ പറ്റുക? എങ്ങനെ ഉമ്മാക്ക് നിങ്ങളെ ആ തരത്തിൽ കംപ്ലീറ്റ്ലി പഴയതുപോലെ ട്രസ്റ്റ് ഉണ്ടാവുക? സെയിം ലൈക്ക് സിസ്റ്റർ. അപ്പോൾ അത് എത്രത്തോളം അപകടത്തിലേക്കാണ് നമ്മുടെ സമൂഹത്തെ കൊണ്ടുപോകുക എന്നുള്ളത് ആലോചിക്കുക. പ്രത്യേകിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ പോണോഗ്രഫിക്ക് ഉണ്ട്, ഒരുപാട് ഫാൻറ്റസിയൊക്കെ ഉണ്ട്, നമ്മൾ പലപ്പോഴും പറയാറുള്ള വിഷയങ്ങളാണ്. ഈ വിഷയം അതിൽ വളരെ ഗൗരവമായിട്ടുള്ള നമ്മളെ സാമൂഹികമായിട്ടുള്ള നമ്മളൊരു ഹെൽത്തിനെ പോലും ബാധിക്കുന്നൊരു കാര്യമാണെന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നതാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളും നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള കുട്ടികളടക്കമുള്ള ആളുകളൊന്നും ഈ തരത്തിലുള്ളൊരു എക്സ്പോഷറിലേക്ക് പോണോഗ്രഫി എസ്പെഷ്യലി പോകുന്നില്ല എന്നുള്ള ഉറപ്പുവരുത്താം. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇത്തരം വിഷയങ്ങൾ പഠിക്കാനും മറ്റൊക്കെ ആയിട്ട് ചാനൽ സന്ദർശിക്കാം, മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.